അത് ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കുറവുള്ള നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം വളരെ ഒരു നിർണായകമായ തീരുമാനം തന്നെയാണ്. ഈ അധ്യയന വർഷം തന്നെ സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന നീറ്റ് 2025 റിസൾട്ട് കിട്ടി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വാർത്ത തന്നെയാണ്. പുതിയതായിട്ട് തുടങ്ങാനുള്ള കോളേജുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഏതൊക്കെ കോളേജുകൾ തുടങ്ങുമെന്നുള്ളതൊക്കെ നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ അറിയാം. അതിൻ്റെയൊക്കെ സീറ്റ് വർധനവ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യയിലും കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ആയിട്ട് നമുക്ക് തോന്നുന്നത്. സാർ, ഇപ്പോൾ നമ്മുടെ ആദ്യ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത്, അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ്സ് വരുന്നത്, ചർച്ചകൾ തന്നെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാവർക്കും എങ്ങനെയാണ് ഈ ഒരു സീറ്റ് വർധന ഉപകാരം? തീർച്ചയായിട്ടും. കാരണം ചിലർ മറ്റുള്ള കോളേജുകളിൽ ചേർന്നു, മറ്റുള്ള സ്റ്റേറ്റുകളിലോട്ട് മാറി ചേർന്നവരുണ്ട്. മാക്സിമം ഓപ്ഷൻസ് വെക്കുക. കാരണം വലിയൊരു മാറ്റം ഉണ്ടാകുന്ന എപ്പോഴും രണ്ടാം ഘട്ടത്തിലാണ്. സ്റ്റേറ്റ് വേണോ ഓൾ ഇന്ത്യ വേണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു രണ്ടാം ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ കൊടുക്കുകയും ഒരു സീറ്റ് എടുക്കുകയും ചെയ്യണം. കിട്ടിയവർക്ക് തങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ഹയർ ഓപ്ഷൻസിലോട്ട് മാത്രമേ പോകാവുള്ളൂ. ഒന്നും കിട്ടാത്തവർക്ക് മിനിമം ഒരു സീറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് രണ്ടാം ഘട്ടത്തിൽ. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 157ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ഇന്ന് നമ്മൾ നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മുന്നിലേക്ക്. മറ്റൊന്നുമല്ല, ഈ വർഷം MBBS സീറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളൊരു വാർത്ത ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കും. അപ്പോൾ നമുക്കത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും. കേന്ദ്ര സർക്കാരിൻ്റെ നയമായിരുന്നു ഓരോ വർഷവും MBBS സീറ്റുകൾ വർദ്ധിപ്പിച്ച് 5 വർഷം കൊണ്ട് 75,000-ഓളം സീറ്റുകൾ ഈ മേഖലയിൽ, ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമായിട്ട് 75,000-ഓളം സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതനുസരിച്ച് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമൊക്കെ ധാരാളം ചർച്ചകൾ നടക്കുകയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പല കോളേജുകളും വിസിറ്റ് ചെയ്യുകയും സീറ്റുകൾ അലോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അവരുടെ ശുപാർശകളൊക്കെ ഉണ്ടായി. എന്നാൽ ഗവൺമെൻറ്റോ നാഷണൽ മെഡിക്കൽ കമ്മീഷനോ വിചാരിക്കാത്ത ഒരു കാര്യങ്ങൾ, കാരണം ധാരാളം അലിഗേഷൻസ് സീറ്റ് വർധനവ് സംബന്ധിച്ച് കർണാടകത്തിലൊക്കെ ധാരാളം അലിഗേഷൻസ് റിപ്പോർട്ട് ചെയ്യുകയും CBI എൻക്വയറി നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ട് നിലവിലുണ്ടായിരുന്ന സീറ്റ് വർധനവ് മുഴുവൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബാൻ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് 2025-26 അധ്യയന വർഷത്തിൽ ഇനി പുതിയതായിട്ട് സീറ്റുകൾ കൂട്ടുകയില്ല എന്നുള്ളത് ആഗസ്റ്റ് ആദ്യം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ സൈറ്റിൽ പ്രഖ്യാപിച്ചായിരുന്നു. തീർച്ചയായിട്ടും സീറ്റ് വർധനയുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും. എന്നാൽ ഇപ്പോൾ MCCയുടെ സൈറ്റ്, അതായത് മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നടക്കുന്ന വെബ്സൈറ്റിൽ തന്നെ ഔദ്യോഗികമായിട്ട് ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 29 തുടങ്ങുകയുള്ളൂ. അത് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം സീറ്റ് വർധനവിൻ്റെ സാഹചര്യമുണ്ട്. അപ്പോൾ ആ സീറ്റ് വർധനവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ആ സീറ്റുകളും കൂടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 29 വരെ അലോട്ട്മെൻറ്റ് നീട്ടിവെച്ചിരിക്കുന്നത്. അത് ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കുറവുള്ള നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളം, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം വളരെ ഒരു നിർണായകമായ തീരുമാനം തന്നെയാണ്. ഈ അധ്യയന വർഷം തന്നെ സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന നീറ്റ് 2025 റിസൾട്ട് കിട്ടി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വാർത്ത തന്നെയാണ്. അപ്പം അത് ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും സീറ്റുകൾ വർധനവിനുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് 29 മുമ്പ് തന്നെ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകൾ വിസിറ്റ് ചെയ്യുകയും എത്രത്തോളം സീറ്റുകൾ കൂട്ടാൻ സാധിക്കുമെന്നുള്ള ശുപാർശകൾ അതാത് യൂണിവേഴ്സിറ്റികളെ അറിയിക്കും. പുതിയതായിട്ട് തുടങ്ങാനുള്ള കോളേജുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഏതൊക്കെ കോളേജുകൾ തുടങ്ങുമെന്നുള്ളതൊക്കെ നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ അറിയാം. അതിൻ്റെയൊക്കെ സീറ്റ് വർധനവ് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യയിലും കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ വരുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ആയിട്ട് നമുക്ക് തോന്നുന്നത്. സാർ, അങ്ങനെയെങ്കിൽ കേരളത്തിൽ എത്രത്തോളം സീറ്റ് വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇനി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒക്കെ വിസിറ്റ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നടക്കുന്നുള്ളൂ. നമുക്ക് അതിനുള്ള മുൻവിധികളൊന്നും പാടില്ല. പക്ഷേ ഗവൺമെൻറ് മേഖലയിൽ ഇപ്പം നടക്കുന്നത് കാസർഗോഡും വയനാടും പുതിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. 50 സീറ്റുകൾ വെച്ച് ഈ വർഷം തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം സീറ്റുകൾ വേണേൽ വർദ്ധിക്കാം. കാരണം ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളൊക്കെ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല കാലാകാലങ്ങളായിട്ട്. അവിടെയൊക്കെ 50 സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെയുണ്ട്. MES ട്രാവൻകൂർ പോലുള്ള കോളേജുകളിൽ, അല്ലസർ പോലുള്ള കോളേജുകളിലൊക്കെ സ്വകാര്യ മേഖലയിലും
700 സീറ്റോളം വേണമെങ്കിൽ ആ മേഖലയിൽ കൂടാം, ഗവൺമെൻറ് മേഖലയിൽ കൂടാം. വർക്കലയിൽ പുതിയ കോളേജ് വരാനുള്ള കാര്യമുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ പുതിയ മെഡിക്കൽ കോളേജ് വേണമെങ്കിൽ വരാം. അപ്പം സീറ്റ് വർധനവ് മുഴുവൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇതെല്ലാം സാധ്യതയാണ്. പുതിയ 2 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, പുതിയ 2 സ്വകാര്യ മെഡിക്കൽ കോളേജ്, നിലവിലുള്ള 20 മെഡിക്കൽ കോളേജുകളിൽ ചുരുങ്ങിയത് 50-100 സീറ്റുകൾ വീതം കൂടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അത് എത്രത്തോളം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിക്കും, കുഹാസ് അംഗീകരിക്കണം, കേരള ആരോഗ്യ സർവകലാശാലയുടെ അംഗീകാരം വേണം, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അപ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ള എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത്, എന്താണെങ്കിലും വർധനവുണ്ടാവും. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. 25,000 ഓൾ ഇന്ത്യ റാങ്ക് എന്നുള്ളത് 26,000-ഓ 27,000-ഓ, എന്നാലും 27,000-ന് അപ്പുറത്തോട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ നിവർത്തിയില്ല. എങ്കിലും 27,000 വരെയൊക്കെ ഓൾ ഇന്ത്യ കോട്ട റാങ്കും കേരള മെഡിക്കൽ റാങ്ക് 1000-നോട് അടുത്ത് വരാനുള്ള സാഹചര്യവും, നമ്മുടെ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള സീറ്റുകൾ ഇപ്പോൾ 10,000 ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10,000, 10,500 പ്രതീക്ഷിക്കുന്നത്. അത് 12,000, 12,500 വരെയൊക്കെ വരാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലവിലുള്ളത്. എന്നാൽ എത്രത്തോളം സീറ്റ് വർധനമാണെന്നുള്ളത് സാർ ഇപ്പോൾ നമ്മുടെ ആദ്യ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു, അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ്സ് വരുന്നത്, ചർച്ചകൾ തന്നെ വരുന്നത്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇത് എല്ലാവർക്കും എങ്ങനെയാണ് ഈ ഒരു സീറ്റ് വർധന ഉപകാരപ്പെടുന്നത്? തീർച്ചയായിട്ടും. കാരണം ചിലർ മറ്റുള്ള കോളേജുകളിൽ ചേർന്നു, മറ്റുള്ള സ്റ്റേറ്റുകളിലോട്ട് മാറി ചേർന്നവരുണ്ട്. ഗവൺമെൻറ് കോളേജ് തന്നെ കിട്ടുകയല്ലെന്ന് വിചാരിച്ച് തങ്ങളുടെ സാധ്യതകൾ മറ്റ് അലൈഡ് കോഴ്സുകളിലോട്ടൊക്കെ മാറ്റിയവരുണ്ട്. പക്ഷേ പുതിയതായിട്ടാണൊരു കോളേജ് അനുവദിക്കുന്നതെങ്കിൽ, അത് കേരളത്തിൻ്റെ കാര്യത്തിൽ പുതിയതായിട്ടാണൊരു കോളേജ് വരുന്നതെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇതുവരെ ഓപ്ഷൻ കൊടുക്കാത്തവർക്കും പുതിയ കോളേജുകളാണെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. നിലവിലുള്ള കോളേജുകളിൽ സീറ്റ് വർധനമാണെങ്കിൽ അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഓൾറെഡി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവർക്ക് പുതിയ കോളേജ് വരികയാണെങ്കിൽ ആർക്കും ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ ഉള്ള കോളേജുകളിലൊക്കെ സീറ്റ് വർധനമാണ് വരുന്നത്, നിലവിൽ ഓപ്ഷൻ കൊടുത്തവർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. അത് കേരളത്തിൻ്റെ കാര്യം. ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും ഇൻഡിവിജ്വലാണ്. അപ്പോൾ അവിടെ ആർക്ക് വേണമെങ്കിലും ഇനി ഓപ്ഷൻസ് കൊടുക്കാം, എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. 2ാം ഘട്ടത്തിൽ ഇപ്പോൾ എത്രത്തോളം സീറ്റ് മെട്രിക്സ് വരുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ വേക്കൻസി എത്രത്തോളം ഉണ്ടെന്നറിയാം. ESI മേഖലയിൽ എത്രത്തോളം കോളേജുകൾ കൂടുന്നെന്നറിയാം. ESIയുടെ കോളേജുകളിൽ എനിക്ക് തോന്നുന്നു 10ഓളം കോളേജുകളിൽ 2025 ജനുവരിയിൽ തന്നെ മുഴുവൻ ഫെസിലിറ്റിയും ആ കോളേജുകളിൽ വന്നതാണ്. അപ്പം അവിടെയൊക്കെ നിയമനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതാണ്. അവർക്കിനി NMCയുടെ അപ്രൂവൽ മാത്രം മതി. അപ്പം അതെല്ലാം ESIയുടെ മേഖലകളിലാണെങ്കിലും ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അല്പം റാങ്ക് കുറവായിരുന്നു. 31,000 റാങ്കിലും ജനറലും 35,000 OBCക്കും ഒക്കെ തീരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ 10 കോളേജുകൾ ആ മേഖലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്ന റാങ്ക് വരെയുള്ളവർക്കൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സീറ്റ് വർധനം എത്രയുണ്ടെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. 29-ാം തീയതി ഓൾ ഇന്ത്യ കോട്ടയുടെ സീറ്റ് മെട്രിക്സ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ക്ലിയർ വേക്കൻസി വരുമ്പോൾ എത്രത്തോളം വേക്കൻറ്റ് കൂടുതലുണ്ട്, ESI മേഖലയിൽ എത്ര കോളേജുണ്ട്, ഗവൺമെൻറ് മേഖലയിൽ എത്ര സീറ്റുകൾ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. എവിടെയെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തവർക്കും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഓൾ ഇന്ത്യ കോട്ടയിലുണ്ട്. കേരളത്തിലും പുതിയ കോളേജുകളിലോട്ട് കൊടുക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. സാർ, ഇപ്പോൾ 29-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അതെ, ഓൾ ഇന്ത്യയുടെ mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി MBBS, BDS, BSc നഴ്സിംഗ് 29-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വിദ്യാർത്ഥികൾ എല്ലാവരും കാത്തിരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ശരി. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളമാണെന്നുള്ളത്? തീർച്ചയായിട്ടും അതിനകത്ത് ഈ 29-ാം തീയതി തന്നെ ക്ലിയർ വേക്കൻസിയും വെർച്വൽ വേക്കൻസിയും എന്ന് പറഞ്ഞ് 2 വേക്കൻസി സൈറ്റിലിടും. ക്ലിയർ വേക്കൻസി എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടത്തി അലോട്ടഡ് ആയിട്ട് അവിടെ ആരും വന്ന് അഡ്മിഷൻ എടുത്തിട്ടില്ല, അതിനാണ് ക്ലിയർ വേക്കൻസി എന്ന് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് സീറ്റ് വർധനവ് വരികയോ പുതിയതായിട്ടൊരു കോളേജ് തുടങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ വേക്കൻസിയിൽ വരും. അത്രയും വേക്കൻസി ആ കോളേജിൽ ഉണ്ടോ ഇപ്പം തന്നെ. വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞിട്ട് വില്ലിങ്നെസ് എസ് പറഞ്ഞവരാണ്. അപ്പോൾ അവർക്ക് വില്ലിങ്നെസ് എസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 2ാം ഘട്ടത്തിൽ വേണമെങ്കിൽ പങ്കെടുക്കുകയും ആ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വരുന്ന ആ കുട്ടിക്ക് വേറൊരു മാറ്റം കിട്ടി. അപ്പം അവിടെ ഒരു വേക്കൻസി ഉണ്ടായല്ലോ. ഉദാഹരണം, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തൊരു കുട്ടി വില്ലിങ്നെസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടി മദ്രാസ് മെഡിക്കൽ കോളേജും കിൽപോക്കും സ്റ്റാൻലിയും മധുരയും ഒക്കെ ഹയർ ഓപ്ഷനായിട്ട് വെച്ചു.
അങ്ങനെ വെച്ചപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ഓപ്ഷൻ കിട്ടി, സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ കിട്ടി. കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാൻലി മെഡിക്കൽ കോളേജിലോട്ട് അദ്ദേഹത്തിന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ കോയമ്പത്തൂർ ഒരു വേക്കൻസി വന്നില്ലേ, അതിനാണ് വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത്. ഓൾറെഡി വില്ലിങ്നെസ് എസ് കൊടുത്തു, അവർക്കൊരു അപ്ഗ്രേഡേഷൻ കിട്ടിയപ്പോൾ നിലവിലുണ്ടായിരുന്ന സീറ്റ് വേക്കൻ്റ് ആയി. അതിപ്പോൾ തന്നെ ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെ അത് അലോട്ട് ചെയ്യും. അത് വേറൊരാൾക്ക് കൊടുത്തു. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, രണ്ടാം ഘട്ടത്തിൽ നമ്മൾ വില്ലിങ്നെസ് കൊടുത്തവർ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പം നിലവിൽ നിങ്ങൾ ചേർന്നതിനേക്കാളും നല്ലത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടു. വില്ലിങ്നെസ് എസ് പറയുകയും ഓപ്ഷൻ കൊടുക്കുകയും നിങ്ങൾക്കൊരു കോളേജും അലോട്ടഡ് ആയിട്ടില്ല. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് നിങ്ങൾ ചേർന്നിരുന്നു, വില്ലിങ്നെസ് എസ് പറഞ്ഞു, നിങ്ങൾ മദ്രാസ് മാത്രമേ വെച്ചുള്ളൂ, അല്ലെങ്കിൽ തിരുവനന്തപുരം കോഴിക്കോട് മാത്രമേ വെച്ചുള്ളൂ, നിങ്ങൾക്കൊരു അപ്ഗ്രഡേഷനും കിട്ടിയില്ല, യാതൊരു കുഴപ്പമില്ല. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് അവിടെ തന്നെ ഉണ്ട്. അവിടെ രണ്ടാമത് പോയി ചേരുകയൊന്നും ചെയ്യണ്ട. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. എന്നാൽ കോയമ്പത്തൂർ ചേരുകയും വില്ലിങ്നെസ് ഫസ്റ്റ് റൗണ്ടിൽ എസ് എന്ന് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് കൊടുത്തു. മദ്രാസും സ്റ്റാൻലിയും തിരുവനന്തപുരവും കോഴിക്കോടും കോട്ടയവും തൃശ്ശൂരും ആലപ്പുഴയൊക്കെ കൊടുത്തു. രണ്ടാം ഘട്ടത്തിലൊരു മാറ്റം കിട്ടി. നിങ്ങൾക്ക് തിരുനെൽവേലി മെഡിക്കൽ കോളേജ് കിട്ടി. അയ്യോ, എനിക്ക് തിരുനെൽവേലി ദൂരെ കൂടുതലാണ്, ഞാൻ അത് വേണ്ട, ആദ്യമുള്ള കോയമ്പത്തൂർ തന്നെ മതി എന്ന് പറയാനാവില്ല. രണ്ടാം ഘട്ടം പുതിയ ഓപ്ഷൻ ആയിരുന്നു അല്ലേ? എല്ലാവർക്കും ഓപ്ഷൻ ഒന്നുമില്ല, എല്ലാവരും ഓപ്ഷൻ കൊടുക്കണം വേണമെങ്കിൽ. അങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം കിട്ടിയാൽ, അലോട്ടഡ് ആയാൽ, ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെട്ടു, അത് വേറൊരാൾക്ക് കൊടുത്തു, വേറൊരാൾ നമ്മുടെ സീറ്റ് വന്ന് ചേരുകയും ചെയ്യും. നമുക്ക് ആ സീറ്റ് വേണമെന്ന് പറയാനാവില്ല. തിരുനെൽവേലി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. നമ്മളുടെ രജിസ്ട്രേഷൻ ഫീസ് പോയി. അപ്പം രണ്ടാം ഘട്ടം കൊടുക്കുമ്പം അപ്ഗ്രഡേഷൻ വന്നാൽ നമ്മൾ മാറിയേ പറ്റൂ. വേണേൽ ചേരാതിരിക്കാം, നമ്മുടെ 2 സീറ്റും പോയി. ആദ്യഘട്ടത്തിലെ സീറ്റ് കോയമ്പത്തൂരും പോയി, രണ്ടാം ഘട്ടം കിട്ടിയ തിരുനെൽവേലിയും പോയി. നമുക്കൊന്നുമില്ല, നമ്മളുടെ പൈസയും പോയി. മൂന്നാം ഘട്ടത്തിൽ വീണ്ടും നമുക്ക് 10,000 രൂപ അടച്ച് ജോയിൻ ചെയ്ത് വീണ്ടും ഓപ്ഷൻ കൊടുക്കാം. ഈ കോളേജ് ഉൾപ്പെടെ കൊടുക്കാം, കോയമ്പത്തൂരും കൊടുക്കാം, തിരുനെൽവേലിയും കൊടുക്കാം, ഏത് കോളേജ് വേണേൽ കൊടുക്കുകയും ചെയ്യാം. പക്ഷേ നിലവിലുള്ള സീറ്റെല്ലാം പോയി. അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ പോയി ചേർന്നില്ല. നേരെ മറിച്ച് അപ്ഗ്രേഡ് ആയി, നമ്മൾ കോയമ്പത്തൂർ പോയി എല്ലാ സർട്ടിഫിക്കറ്റും മേടിച്ച് തിരുനെൽവേലിയിൽ പോയി ചേർന്നു, ആ സീറ്റ് നമുക്ക് ഉറപ്പായി. എന്നാലും മൂന്നാം ഘട്ടത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഇനി നമുക്ക് കോയമ്പത്തൂർ നമ്മൾ ചേർന്നു, വില്ലിങ്നെസ് എസ് പറഞ്ഞു ഫസ്റ്റ് റൗണ്ടിൽ. നമുക്ക് കുറച്ച് കോളേജ് കൊടുത്തു, മദ്രാസും തിരുവനന്തപുരം കോഴിക്കോടും കൊടുത്തു. അപ്ഗ്രേഡ് ആയില്ല, കോയമ്പത്തൂർ തന്നെ നമ്മുടെ സീറ്റ്. എന്നാലും നമുക്ക് മൂന്നാം ഘട്ടത്തിൽ കൊടുക്കാം. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അപ്ഗ്രേഡേഷൻ വന്നില്ലെങ്കിലും മൂന്നാം ഘട്ടത്തിൽ പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാം. നമ്മൾ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അപ്ഗ്രേഡേഷൻ കിട്ടി, നമ്മൾ പോയി രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ വേറൊരു കോളേജിൽ പോയി ചേർന്നു, അവർക്കും മൂന്നാം റൗണ്ടിൽ കൊടുക്കാം. നിലവിൽ സീറ്റൊന്നും കിട്ടാത്തവർക്കും മൂന്നാം റൗണ്ടിൽ കൊടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പം രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഈ അപ്ഗ്രഡേഷൻ ചേരാത്തവരൊക്കെയാണ് മൂന്നാം ഘട്ടത്തിൽ പുതിയതായിട്ട് മുഴുവൻ സീറ്റും കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഒരു കോളേജ് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് മാത്രമേ മൂന്നാം ഘട്ടത്തിലും കൊടുക്കാവുള്ളൂ എന്ന് മാത്രം. അപ്പം അപ്ഗ്രഡേഷനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് ആ കോളേജുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ, കിട്ടിയവർ അല്ലേ. രണ്ടാം ഘട്ടത്തിനെ സമീപിക്കുമ്പം ആദ്യഘട്ടത്തിൽ കിട്ടിയവർ അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടിയവർ തങ്ങൾക്ക് കരുതുന്ന നല്ല കോളേജുകളെ കൊടുക്കാവുള്ളൂ എന്ന് മാത്രമേ ഓർത്തിരിക്കാനുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ വ്യക്തമായിട്ട് വേക്കൻസികൾ വരും, ക്ലിയർ വേക്കൻസിയും വെർച്വൽ വേക്കൻസിയും വരും. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ഓപ്ഷനുകളും കൊടുക്കാം. ഓപ്ഷനുകൾ 0 ആയ എല്ലാവരുടെയും, അപ്ഗ്രഡേഷൻ കൊടുത്തവരുടെയും വില്ലിങ്നെസ് എസ് പറഞ്ഞവരുടെയും വില്ലിങ്നെസ് നോ പറഞ്ഞവരുടെയും പോയി ചേർന്നവരുടെയും പോയി ചേരാത്തവരുടെയും ഫ്രീ എക്സിറ്റ് എടുത്തവരുടെയും ഒക്കെ രണ്ടാം ഘട്ട ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ 0 ആയ ഒരാൾക്ക് പോലും ഓപ്ഷൻ അവിടെ കിടപ്പില്ല. വേണ്ടവരെല്ലാം വില്ലിങ്നെസ് എസ് പറഞ്ഞവരും ഒന്നും കിട്ടാത്തവരും ഫ്രീ എക്സിറ്റ് കൊടുത്തവരും ഓപ്ഷൻ വെക്കണം. തങ്ങൾക്ക് താല്പര്യമുള്ളതൊക്കെ വെക്കണം. വില്ലിങ്നെസ് നോ പറഞ്ഞവർക്ക് ഇനി സൈറ്റിലൊന്നുമില്ല, അവർക്ക് ആ കോളേജിൽ മതി അല്ലേ. അപ്പോൾ അവർക്ക് ആ കോളേജിൽ എന്ന് ക്ലാസ് തുടങ്ങുന്നു അന്നങ്ങ് പോയാൽ മതി. വില്ലിങ്നെസ് നോ പറഞ്ഞവർ, അല്ലാത്തവർക്കെല്ലാം രണ്ടാം റൗണ്ടിൽ കൊടുക്കുകയും ചെയ്യാം. സാർ ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ ഇപ്പോൾ കേരള കോട്ടയിൽ പങ്കെടുത്തൊരു വിദ്യാർത്ഥിക്ക് സീറ്റ് കിട്ടി കേരള കോട്ട വഴി പോയി ചേർന്നു. അതെ, ഇനി ഓൾ ഇന്ത്യ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നു. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ വന്ന് അങ്ങോട്ടേക്ക് മാറിയാൽ ഈ കേരളത്തിലെ സീറ്റിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അല്ല, നമുക്ക് 2 സീറ്റ് ഒരേപടി നിലനിർത്താനാവില്ല. ഇപ്പോൾ കേരള അലോട്ട്മെന്റ് വഴി, കീമിൻ്റെ അലോട്ട്മെന്റ് വഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി ചേർന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ കോഴിക്കോട് എവിടെയെങ്കിലും ഒരാൾ ചേർന്നു. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹം കുറേ ഓപ്ഷൻസ് വെക്കുന്നു. ഓപ്ഷൻസ് വെച്ചിട്ട് അദ്ദേഹത്തിന് മധുര മെഡിക്കൽ കോളേജ് കിട്ടി. കോട്ടയം പോയൊന്നുമില്ല, കോട്ടയം അവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ആലോചിക്കാം. ഇനി
ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി TC മേടിച്ചാൽ മാത്രമേ കോട്ടയം മെഡിക്കൽ കോളേജിൽ സീറ്റ് പോവുള്ളൂ. മധുര അവിടെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും സീറ്റ് പോവുകയില്ല. നമ്മൾ പോയി TC മേടിച്ചാൽ പിന്നെ കേരളത്തിലോട്ടൊരു വരവില്ല. കേരളത്തിൻ്റെ 2ാം ഘട്ടത്തിലും കേരളത്തിൻ്റെ 3ാം ഘട്ടത്തിലും നമുക്ക് ഇങ്ങോട്ട് വരാനാവില്ല. ഓൾ ഇന്ത്യയിൽ പോയി മധുരയിൽ ചേർന്നു, ഓൾ ഇന്ത്യയിൽ വീണ്ടും 3ാം ഘട്ടത്തിൽ കൊടുക്കാം, ഓൾ ഇന്ത്യ സെക്കൻഡിൽ ചേർന്നിട്ട് ഓൾ ഇന്ത്യയുടെ 3ഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റിലോട്ടൊരു വരവില്ല. എനിക്ക് ഏതായിരിക്കും ബെറ്റർ? കേരളത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കോട്ടയത്തിന് മുകളിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ സെക്കൻഡിലോട്ടും കേരളത്തിൻ്റെ 3ഡിലോട്ടും പോകുന്നതാണോ എനിക്ക് നല്ലത്? ഓൾ ഇന്ത്യയിൽ ഞാൻ പോയി ചേർന്നിട്ട് ഓൾ ഇന്ത്യയുടെ 3ഡിലോട്ട് പോകുന്നതാണോ എനിക്ക് നല്ലതെന്ന് ആലോചിക്കാൻ സാവകാശമുണ്ട്. അപ്പോൾ നോക്കിയപ്പം കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ തന്നെ നിൽക്കുക നല്ലതെന്ന് തോന്നി. എന്ത് ചെയ്തു? മധുര അലോട്ട്മെൻറ്റ് കിട്ടിയത് പോയി ചേർന്നില്ല. പൈസ പോയി. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ഓൾ ഇന്ത്യയിൽ അടച്ച പൈസ പോയി, ഓൾ ഇന്ത്യയുടെ സീറ്റും പോയി, മധുരയും പോയി. കേരളത്തിൻ്റെ സീറ്റ് അവിടെ തന്നെ നിലനിന്നു, കോട്ടയം അവിടെ തന്നെ നിലനിന്നു. കേരളത്തിൻ്റെ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാം, കേരളത്തിൻ്റെ 3ാം ഘട്ടത്തിലും പങ്കെടുക്കാം. ആ കുട്ടിക്ക് വേണമെങ്കിൽ ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിലും പങ്കെടുക്കാം. അതിനും കുഴപ്പമില്ല. പക്ഷേ പുതിയതായിട്ട് ഫീസ് അടയ്ക്കണം. ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഫീസ് അടയ്ക്കണമെന്ന് മാത്രം. പക്ഷേ 2ാം ഘട്ടത്തിൽ കിട്ടിയ മധുര അല്ലെങ്കിൽ 2ാം ഘട്ടത്തിൽ ഏത് സീറ്റ് കിട്ടിയോ അത് എടുക്കണോ എടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ ആ കുട്ടിക്ക് അവകാശമുണ്ട്. ഏതായിരിക്കും എനിക്ക് കൂടുതൽ നല്ലത്, ഓൾ ഇന്ത്യ വഴി പോകുന്നതാണോ കേരള വഴി പോകുന്നതാണോ നല്ലതെന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ പോയി TC മേടിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ സീറ്റ് പോവുകയുള്ളൂ. സാർ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് കാരണം ഇപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു 21,500 ഓൾ ഇന്ത്യ റാങ്ക് 21,500 വരെ ജനറൽ OBCക്കൊക്കെ ഒരു സീറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പം കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ വർഷം തന്നെ സീറ്റ് വർധനയില്ലെങ്കിൽ തന്നെ 25,500 വരെയുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് സീറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ സീറ്റ് വർധനവിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് കൂടുതൽ കുട്ടികൾ ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷ കൂടിയാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടതുണ്ട്. എന്താണ് അതിനെ അത് നമ്മൾ മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഓൾ ഇന്ത്യ കോട്ടയിൽ എത്രത്തോളം കോളേജുകൾ കൂടിയാലും 15% സീറ്റുകൾ മാത്രമേ ഓൾ ഇന്ത്യയിൽ വരികയുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഒരു 50 സീറ്റുള്ള ഒരു കോളേജ് വന്നാൽ, 50 സീറ്റുള്ള 2 കോളേജുകൾ വന്ന് 100 സീറ്റ് ആയി കഴിഞ്ഞാൽ 15 സീറ്റുകളെ ഓൾ ഇന്ത്യ ലെവലിൽ കൂടുകയുള്ളൂ. അപ്പം ഓൾ ഇന്ത്യയിൽ ഒരു വലിയ വർധനവ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. നിലവിലുള്ള 25,000 എന്ന് പറയുന്നത് 27,000 വരെയോ 27,500 വരെ പോകാനൊക്കെയുള്ള സാഹചര്യമേ ഉള്ളൂ. അത് പറഞ്ഞ സാഹചര്യം മാത്രമാണ്. കൂടുമെന്ന് ഉറപ്പായിട്ടില്ല, എത്രത്തോളം കൂടുമെന്ന് ഉറപ്പായിട്ടില്ല. നമ്മളാകെ ചെയ്യേണ്ടത് 29-ാം തീയതിയിലത്തെ വേക്കൻസികൾ നോക്കുക, മാക്സിമം ഓപ്ഷൻസ് വെക്കുക. കാരണം വലിയൊരു മാറ്റം ഉണ്ടാകുന്ന എപ്പോഴും 2ാം ഘട്ടത്തിലാണ്. സ്റ്റേറ്റ് വേണോ ഓൾ ഇന്ത്യ വേണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു 2ാം ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ കൊടുക്കുകയും ഒരു സീറ്റ് എടുക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇവർക്ക് കൂടുതൽ ബെറ്റർ ഓപ്ഷൻ കിട്ടുന്നതനുസരിച്ച് ഇവർ ചേരാതെ മാറി നിൽക്കും. പക്ഷേ ഈ 2ാം ഘട്ടത്തിൽ നിങ്ങൾ സീറ്റ് കിട്ടുമ്പോൾ എടുക്കണം. സീറ്റ് കിട്ടിയിട്ട് എടുത്തിട്ട് കേരളത്തിലോട്ട് മാറാൻ പറ്റുമോ? സാഹചര്യം ഉണ്ടെങ്കിൽ മാറാം. കഴിഞ്ഞ വർഷം സാഹചര്യം ഉണ്ടായിരുന്നു, TC തന്നു. എന്താണെങ്കിലും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ സെക്കൻഡ് റൗണ്ടിൽ ചേർന്നതുകൊണ്ട് കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആർക്കും ഒരു കുഴപ്പമില്ല. TC തരുമോ ഇല്ല എന്നുള്ളത് അത് ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. ആ സമയത്ത് പുതിയതായിട്ടൊരു ഇപ്പോൾ ഇത്തവണ റെസിഗ്നേഷൻ വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഡർ വരുവാണെങ്കിൽ നമുക്ക് അപ്പം തീരുമാനിക്കാം. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ഒരു മാക്സിമം ഓപ്ഷൻ കൊടുക്കുകയും ഈ റേഞ്ച് നിൽക്കുന്നവർ 20,000-നും 30,000-നും ഓൾ ഇന്ത്യ ലെവലിൽ നിൽക്കുകയും നിലവിൽ ഗവൺമെൻറ് സീറ്റുകളൊന്നും കിട്ടാതിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കേരള റാങ്കിൽ ഒരു 500 മുതൽ കേരള റാങ്ക് 2,500 വരെയുള്ള ഗവൺമെൻറ് മേഖലയിൽ കിട്ടേണ്ട കുട്ടികളാണ്. കേരളത്തിൽ 500 മുതൽ കേരള റാങ്ക് 2,500 വരെ, ഓൾ ഇന്ത്യ ലെവലിൽ 30,000 വരെ എന്ന് വിചാരിക്കാം. ഇത്രയും കുട്ടികൾ ഗവൺമെൻറ് സീറ്റ് കിട്ടേണ്ടവരാണ്. അപ്പോൾ അവർ ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ ചെയ്യേണ്ടത് മാക്സിമം ഓപ്ഷൻ കൊടുക്കുകയും ഒരുവിധം പോകാൻ പറ്റുന്ന കോളേജുകളാണെങ്കിൽ എടുക്കുകയും ചെയ്യണം. ആന്ധ്രയോ തെലുങ്കാന വരെ ആണെങ്കിൽ എടുക്കണം. എന്നിട്ട് കേരളത്തിലോട്ട് മാറാൻ പറ്റിയ സാഹചര്യമാണ് മാറണം. അതാണ് നല്ല രീതി. കാരണം 3ാം റൗണ്ടിൽ വളരെ കുറച്ച് വേക്കൻസി വരികയുള്ളൂ. അതുകൊണ്ട് മാറി നിൽക്കുകയല്ല, 2ാം ഘട്ടത്തിൽ മാക്സിമം സീറ്റ് കൊടുത്തിട്ട് എടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ അതുപോലെ വെർച്വൽ വേക്കൻസി വരുമെന്ന് പറഞ്ഞല്ലോ. 2 വേക്കൻസിയും വരും. ക്ലിയർ വേക്കൻസി എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഉണ്ട്. വെർച്വൽ എന്ന് പറഞ്ഞാൽ അയാൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടാൽ അവിടെ ഉണ്ടാകുന്ന വേക്കൻസിയാണ്. അതും അപ്പം തന്നെ അലോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ വെർച്വൽ വേക്കൻസി നോക്കുന്നു. അതിൽ സീറ്റുകൾ
രണ്ട് വേക്കൻസി, ക്ലിയർ വേക്കൻസി, വെർച്വൽ വേക്കൻസി. അങ്ങനെ ഒരുപാട് സീറ്റുകൾ ഉണ്ട് എന്നുള്ളതിനാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്? അല്ലല്ല, ഈ വേക്കൻസി നോക്കാൻ പറയുന്നത് നമുക്ക് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യപ്പെടാം, എത്രത്തോളം കിട്ടാന്നുള്ളൊരു സാധ്യത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വേക്കൻസി എവിടെയുണ്ടോ ആ കോളേജ് ആദ്യം വെക്കുന്നു, ആ കോളേജുകൾ മാത്രമേ ഓപ്ഷൻ വെക്കാവുള്ളൂ, അങ്ങനെയില്ല. നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. വേക്കൻസി എന്ന് പറയുന്നത് നമ്മളുടെ സാധ്യത എത്രത്തോളം കൂടുതലുണ്ടെന്ന് അറിയാനുള്ള ഒരു സൂചകം മാത്രമാണ്. ആ വേക്കൻസി നോക്കിയിട്ടല്ല ഓപ്ഷൻ വെക്കേണ്ടത്. നമ്മളുടെ പ്രിഫറൻസ് എന്താണ്? നമ്മുടെ കോളേജുകളുടെ ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തതുപോലെ നമ്മൾ കോളേജിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രിഫറൻസ് തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ റാങ്കിനാണ് നമ്മുടെ പ്രാധാന്യം. നമ്മുടെ റാങ്ക് വരുമ്പോഴാണ് നമ്മുടെ ഓപ്ഷൻസ് നോക്കുന്നത്, നമുക്കൊരു സീറ്റ് തരുന്നതും. അല്ലാതെ വളരെ റാങ്ക് കുറഞ്ഞ 30,000 റാങ്കുള്ള ആൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളൊരു സീറ്റ് എടുത്ത് ആദ്യം വെച്ചു. നോക്കിയപ്പം ആസാമിലെ കോളേജുകളിൽ ഒത്തിരി വേക്കൻസി കാണിക്കുന്നു. അപ്പോൾ 30,000 റാങ്കുള്ള ഒരാൾ ആസാമിലെ കോളേജ് എടുത്ത് ആദ്യം വെച്ചെന്ന് വിചാരിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അതിനു മുമ്പുള്ള എല്ലാവർക്കും ഓപ്ഷൻ സീറ്റ് കൊടുത്തിട്ട് 30,000 റാങ്ക് എത്തുമ്പം മാത്രമേ അദ്ദേഹം എന്ത് വെച്ചു നോക്കുകയുള്ളൂ. അപ്പം വേക്കൻസി കൂടുതലുള്ള കോളേജുകളെടുത്ത് ആദ്യം വെക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മളുടെ പ്രിഫറൻസ് എന്താണോ അതുതന്നെയാണ് രണ്ടാം ഘട്ടത്തിലും കൊടുക്കേണ്ടത്. പിന്നെ ചിലർ ചോദിക്കുന്നത് ചേർന്ന കോളേജ് കൊടുക്കണമെന്നുള്ളതാണ്. ചേർന്ന കോളേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾ ഇന്ത്യ വഴി ചേർന്ന കോളേജ് കൊടുക്കേണ്ട കാര്യമില്ല. അതിനേക്കാളും ബെറ്റർ ഉള്ളത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ചിലർ ചോദിക്കുന്നത് ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയിരുന്നു, ഫ്രീ എക്സിറ്റ് പോയില്ല, അപ്പോൾ ആ കോളേജ് കൊടുക്കാവോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും കൊടുക്കാം. ആ സീറ്റ് ഉൾപ്പെടെ നമ്മൾ അലോട്ടഡ് ആയ സീറ്റ് പോകാത്തതാണ്, എന്നാൽ ആ സീറ്റ് ഉൾപ്പെടെ നമുക്ക് വീണ്ടും കൊടുക്കാം. പിന്നെ ചിലർ ചോദിക്കുന്നത് ഒരു സീറ്റ് അലോട്ടഡ് ആയല്ലോ, അപ്പോൾ ഇനി അതിന് മുകളിലോട്ട് എനിക്ക് താല്പര്യമുള്ളത് മാത്രം കൊടുത്താൽ പോരെ? ഫസ്റ്റ് റൗണ്ടിൽ ഒരു സീറ്റ് അലോട്ടഡ് ആയിരുന്നു, പക്ഷേ ഫ്രീ എക്സിറ്റ് ആയിരുന്നു, അപ്പോൾ എനിക്ക് വേണ്ട ഉറപ്പാണ് ആ സീറ്റ് കിട്ടുമെന്നുള്ളത്, അപ്പോൾ ഞാൻ ഇനി നല്ലത് മാത്രം കൊടുത്താൽ പോരെ എന്ന് ചിലർ ചോദിക്കും. ഫ്രീ എക്സിറ്റ് എടുത്തവരുടെ സീറ്റെല്ലാം പോയില്ലേ, ഒരു സീറ്റും ഇല്ല. അപ്പം നിങ്ങൾ മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. അല്ലാതെ എനിക്ക് കഴിഞ്ഞ തവണ കോയമ്പത്തൂർ വരെ കിട്ടിയത്, അപ്പം ഞാൻ ഇനി കോയമ്പത്തൂരേക്കാളും നല്ലത് മാത്രമേ കൊടുത്തു എന്ന് പറയാൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നേ നിർബന്ധമില്ല. ഫസ്റ്റ് സീറ്റ് അലോട്ടഡ് ആവുകയും സീറ്റ് എടുക്കാത്തവർ ആ സീറ്റും അതിനേക്കാളും താഴെയുള്ളതും ഏറ്റവും മിനിമം വരെയുള്ളത് വീണ്ടും കൊടുക്കണം. അയാളൊരു സീറ്റ് കളഞ്ഞ ആളാണ്, അതുകൊണ്ട് അയാൾ മാക്സിമം ഓപ്ഷൻ വെക്കണം. ഇല്ലെങ്കിൽ റാങ്ക് അനുസരിച്ച് തന്നെ കിട്ടിക്കോളും, അല്ലേ? ബെറ്റർ ഓപ്ഷൻ തന്നെ കിട്ടിക്കോളും. പക്ഷേ നമുക്ക് ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് തൊട്ട് മുകളിലുള്ള ഓപ്ഷൻ എത്ര പേര് റാങ്കുള്ള ഒരു നിപ്പുണ്ടെന്നൊക്കെ അനുസരിച്ചാണ്. ആൾക്കാരൊക്കെ ഓപ്ഷൻ മാറ്റി കൊടുക്കുകയല്ലേ. അതുകൊണ്ട് സീറ്റ് എടുക്കാത്തവർ മാക്സിമം ഓപ്ഷൻ കൊടുക്കണം. സീറ്റ് എടുത്തവർ അതിനേക്കാളും നല്ലത് മാത്രമേ കൊടുക്കാവുള്ളൂ. സാർ, അപ്പോൾ അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അപ്ഡേഷൻസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട്. തീർച്ചയായിട്ടും നമ്മുടെ ബഹുഭൂരിപക്ഷം ബാക്കിയുള്ള എല്ലാ അലോട്ട്മെൻറ്റുകളും നടക്കാനിരിക്കുന്നു. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്റ്റ്, സിദ്ധ, യുനാനി, ഇപ്പം ബിഫാമിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അവർക്കും ഇനി ധാരാളം സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ആയുഷിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ. അതെ, ആയുഷിൻ്റെ കൗൺസിലിംഗ് തുടങ്ങി. സെപ്റ്റംബർ 1 വരെയാണ് ചോയ്സ് കൊടുക്കേണ്ടത്. അതിനെക്കുറിച്ചുകൂടെ നമുക്കൊന്ന്. തീർച്ചയായിട്ടും ആയുഷ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും 4 കോഴ്സുകളുടെ 15% ഗവൺമെൻറ് കോളേജുകൾക്കും 100% ഡീംഡ് കോളേജുകൾക്കുമുള്ള ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റാണ്. MBBSനും BDSനും നമ്മൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പറയുന്നില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ 4 കോഴ്സുകളുടെ BAMS, BHMS, BSMS, BUMS ഇതിൻ്റെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റാണ് ആയുഷ് കൗൺസിലിംഗ് വഴി നടക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ഈ MBBS BDSൻ്റെ നമ്മൾ പറഞ്ഞ ഈ നിയമങ്ങൾ തന്നെയാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. ഫ്രീ എക്സിറ്റ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആയുഷ് കൗൺസിലിങ്ങിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഗവൺമെൻറ് കോളേജുകൾക്കാണെങ്കിൽ 20,000 രൂപയാണ് ഫീസ്. ഡീംഡ് കോളേജുകൾക്കാണെങ്കിൽ 50,000 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ആയുഷ് കൗൺസിലിങ്ങിൽ ചോയ്സ് കൊടുക്കാനുള്ള അവസരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 1 ലാസ്റ്റ് ഡേറ്റ്. സർ, അതുപോലെ കേരളത്തിലെ ഏതൊക്കെ കോളേജുകൾ ഈ ഒരു ആയുഷ് കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ്? ഗവൺമെൻറ് മേഖലയിൽ നമുക്കറിയാം 5 കോളേജുകളാണ് ആയുർവേദത്തിനുള്ളത്. അപ്പം ആ 5 ആയുർവേദ കോളേജുകളുടെയും 15% സീറ്റുകൾ ആയുഷ് കൗൺസിലിംഗ് വഴി നമുക്ക് കൊടുക്കാം. അമൃത ആയുർവേദ ഹോസ്പിറ്റൽ ഡീംഡ് കോളേജാണ്, അവിടുത്തെ 100 സീറ്റുകളും ആയുഷ് കൗൺസിലിംഗ് വഴി നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ BHMSന് ആയുർവേദത്തിനും അതുപോലെ 5 കോളേജുകൾ ഗവൺമെൻറ് മേഖലയിലുണ്ട്. ആ 5 കോളേജുകളുടെ 15 സീറ്റും നമുക്ക് ആയുഷ് കൗൺസിലിംഗ് വഴി കൊടുക്കാം. പക്ഷേ ഹോമിയോയ്ക്ക് കേരളത്തിൽ ഡീംഡ് കോളേജ് ഇല്ലാത്തത് കൊണ്ട് അതിനകത്തില്ല. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനത്തെയൊക്കെ ഗവൺമെൻറ് കോളേജുകളും ഡീംഡ് കോളേജുകളും ആയുഷ് കൗൺസിലിംഗ് വഴി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അല്പം കുറവോ അല്ലെങ്കിൽ എത്രയാണെന്നുണ്ടെങ്കിലും
നിങ്ങൾക്ക് ഈ 2 മേഖലയിൽ അല്ലെ ഈ 4 മേഖലയിൽ BAMS, BHMS, BUMS, BSMS ഈ 4 കോഴ്സിലൊരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിപ്പം ആയുഷ് കൗൺസിലിങ്ങിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഒക്കെ കൊടുക്കാനുള്ള അവസരം ഉണ്ട് താനും. സർ, കേരളത്തിലെ MBBS BDSന്റെ 2ാം ഘട്ടം ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഓൾ ഇന്ത്യ അല്പം താമസിച്ചു പോയതുകൊണ്ട് കേരള അലോട്ട്മെന്റ് അല്പം താമസിക്കും. അതുപോലെ തന്നെ അത് നല്ലതുമാണ്. കാരണം ഗവൺമെന്റ് മേഖലയിൽ കോളേജുകൾ വരുന്നുണ്ട്, സ്വകാര്യ മേഖലയിൽ സീറ്റ് വർദ്ധിക്കുന്നുണ്ട്. അപ്പം വൈകി വന്നാലും ഏറ്റവും നല്ലത് തന്നെയാണ്. സാർ, അതുപോലെ തന്നെ വെറ്റിനറി, ആയുർവേദം, ഇപ്പോൾ സാർ മെൻഷൻ ചെയ്ത പോലുള്ള മറ്റ് അഗ്രികൾച്ചർ പോലുള്ള മേഖലകളിലെ ആദ്യഘട്ട അലോട്ട്മെന്റുകൾ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ. അതെ, അത് ഈ MBBS BDS അല്പം താമസിച്ചു പോയതുകൊണ്ട് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് താമസിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയായിട്ട് വരും. കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകൾ 11 കോഴ്സുകളാണ് ഉള്ളത്. അഗ്രികൾച്ചർ 4 കോളേജ്, വെറ്റിനറി 2 കോളേജ്, ആയുർവേദം ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, ഹോമിയോ ഗവൺമെൻറ് മേഖല, പിന്നെ സിദ്ധ, യുനാനി, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ബയോടെക്നോളജി, അങ്ങനെയുള്ള മൊത്തം 11 പ്രോഗ്രാമുകളാണ് അലൈഡ് കോഴ്സിലുള്ളത്. അതിൻ്റെ ഇപ്പോൾ ഈ ആഴ്ച തന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് നോട്ടിഫിക്കേഷൻ വരും, കുട്ടികൾക്ക് പങ്കെടുക്കാം. MBBS BDS ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഇടയ്ക്ക് വരികയുള്ളൂ. അതിൽ കുട്ടികൾ ചേർന്നിട്ടുണ്ട്, ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ MBBS BDSന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേർന്ന കുട്ടികൾക്ക് അതിന് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പം കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലാണെങ്കിൽ കോട്ടയത്ത് പോയി ചേർന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് മുകളിലോട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2ാം ഘട്ടത്തിൽ കൺഫേം ചെയ്യാം. BDSന് ചേർന്നവരാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് MBBSന് ചേർന്നവരാണെങ്കിലും ഒക്കെ തങ്ങൾക്ക് മുകളിലുള്ള ഓപ്ഷനിലോട്ട് പരിഗണിക്കണമെങ്കിൽ 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഓപ്ഷൻ കൺഫർമേഷൻ MBBS BDSന് നടത്തുമ്പോൾ പുതിയതായിട്ട് കോളേജുകൾ വന്നാൽ അത് കൊടുക്കാൻ സാധിക്കും. ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ പുതിയതായിട്ട് കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ 2ാം ഘട്ടത്തിൽ ആഡ് ചെയ്യാൻ സമ്മതിക്കും. ഇല്ലെങ്കിൽ നിലവിലുള്ള ഓപ്ഷനുകൾ മാത്രമേ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സാർ, ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുണ്ടായി, അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ അല്ലെങ്കിൽ കോഴ്സുകളിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? ഇപ്പം അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം ഈ ആഴ്ച തുടങ്ങുന്നു. അതിൽ ഓപ്ഷൻ കൊടുക്കുകയും ഒരു സീറ്റ് എടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ 4ാം ഘട്ട അലോട്ട്മെന്റ് വരെ MBBSന്റെ സാധ്യത ഇല്ലാതെ പോകുന്നില്ല. ഇവിടെ അഗ്രികൾച്ചറിന് ചേർന്നു, അല്ലെ വെറ്റിനറിക്ക് ചേർന്നു, അല്ലെ ആയുർവേദം ചേർന്നു, അദ്ദേഹത്തിന് MBBSലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റേ വേക്കൻസി ഉൾപ്പെടെ ഇനിയും കൊടുക്കാം. അപ്പം തീർച്ചയായിട്ടും അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെന്റ് വരുമ്പോൾ എടുക്കണം. മാറി നിൽക്കുന്ന നല്ല രീതി. കാരണം ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുക്കാൻ ശരിയാണ്, അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും എല്ലാം ഏറ്റവും നല്ലതാണ് പ്രൊഫഷണൽ കോഴ്സുകൾ. അത് എടുക്കുക. എടുത്തതിന് ശേഷം അവസാനം വരെ മറ്റ് സാധ്യതകൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം അഗ്രികൾച്ചർ, വെറ്റിനറിയുടെ ഓപ്ഷൻസ് കൊടുക്കുന്നു, അലോട്ട്മെൻറ്റ് എടുക്കുന്നു, കോളേജിൽ പോയി ചേരുന്നു. MBBS BDSൻ്റെ 2ാം ഘട്ടം വരുന്ന സമയത്ത് ഇപ്പം MBBS BDSൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റൊന്നും വന്നിട്ടില്ല. നിങ്ങളും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. MBBS ചിലപ്പോൾ ഗവൺമെൻറ് MBBS മാത്രമായിരിക്കും ചിലർ കൊടുത്തിരിക്കുന്നത്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ 12 കോളേജ് അവിടെ ഉണ്ട്. നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം, എന്നാലേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. കാരണം ഒന്നും കിട്ടിയിട്ടില്ലാത്തവരും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. പുതിയ കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ആഡ് ചെയ്യാം, പുതിയ കോളേജുകൾ ആഡ് ചെയ്യാം. ഗവൺമെൻറ് സെൽഫും MBBS വെച്ചിരുന്നു, സീറ്റ് കിട്ടിയില്ല, നിങ്ങളും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. പുതിയ കോളേജുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ കിട്ടിയവർ ഹയർ ഓപ്ഷനിലോട്ട് പോകാനായിട്ട് കേരളത്തിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഒരലോട്ട്മെൻറ്റും ഒരു സീറ്റും കിട്ടാത്തവരും നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഈ 2 കൂട്ടർക്കും പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകൾ ആഡ് ചെയ്യാനായിട്ടുള്ള അവസരവുമുണ്ട്. സാർ, ഇപ്പോൾ അലോട്ട്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ ഈ ഒരു സമയം ഇനിയും ചാൻസസ് ഉണ്ടെന്ന് വിചാരിച്ച് സീറ്റുകൾ എടുക്കാത്ത ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ അവർക്കറിയാം. കാരണം ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും ഇൻഡിവിജ്വലാണ്. അവർക്ക് എപ്പോൾ വേണേലും കയറാം. ചേർന്നില്ലെന്ന് ഓർത്ത് യാതൊരു കുഴപ്പമില്ല, ഫ്രീ എക്സിറ്റാണ്. 2ാം ഘട്ടത്തിൽ പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കാം. പക്ഷേ കേരള അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടിയിട്ട് എടുക്കാത്തവർക്ക് അവരുടെ ഓപ്ഷൻസ് എല്ലാം പോയി. കേരളത്തിൻ്റെ MBBS ഒരു സെൽഫ് ഫിനാൻസിങ് MBBS ആയിരിക്കും സീറ്റ് വന്നത്. എടുത്തില്ല എങ്കിൽ ഗവൺമെൻറ് MBBSും സെൽഫ് ഫിനാൻസിങ് MBBSും BDSൻ്റെ എല്ലാ ഓപ്ഷനും പോയി. പുതിയതായിട്ട് MBBSനോ BDSനോ കോളേജ് വന്നാൽ അവർക്കും കൊടുക്കാൻ പറ്റും. ഒരു സെൽഫ് ഫിനാൻസിങ് MBBS ഒന്നും എടുത്തില്ല. അപ്പോൾ MBBSന് നിലവിലുണ്ടായിരുന്ന എല്ലാ കോളേജും പോയി. 12 ഗവൺമെൻറ്റും പോയി, 20 സെൽഫും പോയി. പക്ഷേ പുതിയതായിട്ട് 2 കോളേജ് വന്നു, അത് വേണേൽ വെക്കാൻ അനുവദിക്കും.
ഇല്ലെങ്കിൽ അവർക്കിനി 4ാം ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കൊക്കെ അലൈഡ് കോഴ്സുകൾ വെക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ MBBS BDS വെച്ചിട്ട് എടുക്കാത്തവർക്കും അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദത്തിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ നിലവിലുണ്ടായിരുന്ന MBBS BDS നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ ആദ്യമേ തന്നെ പങ്കുവച്ചിരുന്നു 2ാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പങ്കെടുക്കാൻ പോവുകയാണ്. തീരുമാനം വളരെ ഉചിതമായിരിക്കണം. നിർണായകമായ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. കിട്ടിയവർക്കും കിട്ടാത്തവർക്കും ഏറ്റവും നിർണായകം തന്നെയാണ്. കിട്ടിയവർക്ക് തങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ഹയർ ഓപ്ഷൻസിലോട്ട് മാത്രമേ പോകാവുള്ളൂ. ഒന്നും കിട്ടാത്തവർക്ക് മിനിമം ഒരു സീറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് 2ാം ഘട്ടത്തിൽ. യെസ്. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ശിവൻ സാർ പറഞ്ഞു വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമായിരിക്കണം. കാരണം നിങ്ങളുടെ ഭാവി, പക്ഷേ നിങ്ങളുടെ ഒരു അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്തതിൻ്റെ ഒരു ആശങ്കയിൽ പെട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് കിട്ടാതെ പോകരുത് എന്ന ആത്മാർത്ഥമായ വീക്ഷണം തന്നെയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ കൃത്യമായ MBBS സീറ്റിലേക്ക് തന്നെ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതും. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം 41 വർഷത്തെ പരിശീലന പാരമ്പര്യം ബെർലിനിനുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനു മുൻപും ബെർലിനെ വിശ്വസിച്ചെത്തിയ ഒരുപാട് വിദ്യാർത്ഥികളെ അവർക്ക് അർഹതപ്പെട്ട MBBS സീറ്റ് അത് ഫോൺ ത്രൂ ആവട്ടെ, ഈ ബെർലിനിലേക്ക് എത്തുന്ന ഓരോ പേരൻസിനും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാവട്ടെ, ശിവൻ സാർ അടങ്ങുന്ന ഒരു ടീം കൃത്യമായി അവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം ഇപ്പോഴും ഇത്രമേൽ വിജയം സൃഷ്ടിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സാധ്യത ഉണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും ഇത്തരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക്, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു വ്യക്തതയാവുന്നില്ല എന്ന് പറയുന്നവരിലേക്ക് മാക്സിമം ഈ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ഒരുപാട് ലൈവുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ചാനലുകളിലുണ്ട്. സോ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞു നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.